നമസ്കാരം. ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ്. ഒരു 30 വയസ്സങ്ങട് കഴിയുന്നതിന് ശേഷം മുട്ടുവേദന അല്ലെങ്കിൽ ഈ ജോയിന്റിൽ എവിടെയെങ്കിലും വേദനയായിട്ടുണ്ടാവാം. അത് നടുവേദനയാവാം, കൈകളിലെ മുട്ടിലാവാം, കാൽമുട്ടിനാവാം, അല്ലെങ്കിൽ കാൽപാദത്തിലെ വേദന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേദനകൾ പറയാന്നുള്ളത്. ആദ്യമൊക്കെ ഇതൊരു 50 വയസ്സാകുന്നതിനനുസരിച്ചിട്ട് പ്രായം കൂടുന്ന ആളുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പൊ 30കളിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? 30 വയസ്സ് കഴിയുന്നതിന് ശേഷം തന്നെ എല്ലാവർക്കും ഇങ്ങനെ വേദന വരും അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാറി വരുന്ന ജീവിതശൈലി കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാതിരിക്കുകയാണ്. കാരണം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആളുകൾ കഴിക്കുന്നത് കുറഞ്ഞിട്ട് നമ്മൾക്ക് കൂടുതലും ജങ്ക് ഫുഡിലേക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതീന്ന് മാറി വരുന്ന സമയത്തിന് നമ്മുടെ ശരീരത്തിൽ ബോൺസിന് വേണ്ട പല മിനറൽസും കിട്ടാതാവുകയും നമ്മുടെ ബോൺ ഹെൽത്ത് കുറയാൻ, എല്ലുകളുടെ ബലം കുറയും, ബലക്ഷയം സംഭവിക്കാൻ തുടങ്ങും. അത് കാരണം എല്ല് ശോഷിക്കാൻ വേണ്ടിയിട്ടും ബലക്ഷയം കാരണം ഒന്നുകിൽ പൊട്ടാനോ അല്ലെങ്കിൽ തേയ്മാനം വരാനോ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ മിനറൽസുകളാണ് അല്ലെങ്കിൽ പോഷകങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് എല്ലിന് വേണ്ടത്, അല്ലെങ്കിൽ എല്ലിൻ്റെ ഉറപ്പ് കിട്ടാൻ, എല്ലിന് ബലം കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോഷകങ്ങളാണ് വേണ്ടതെന്നും അതിനെ നമുക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം, അതെങ്ങനെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധിവാതം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതാണ് ഒരു 30 വയസ്സ് കഴിയുന്നതിന് ശേഷം കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. അത് തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് കൈമുട്ടിലാവാം, കാൽമുട്ടിലൊക്കെ ആവാം. ചില ആളുകൾക്ക് കാൽമുട്ടിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു നീർക്കെട്ട് പോലെ ഉണ്ടാവും. അത് കുറച്ചൊരു സിവിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന സമയത്ത് ഒരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ ഈ ജോയിന്റ് ഇങ്ങനെയാണ്. ഇതൊരു ജോയിന്റ് ആണെങ്കിൽ ഇതിന്റെ മേലെ പൊതിഞ്ഞിരിക്കുന്ന ഒരു തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് ഉണ്ട്. ഈ കാർട്ടിലേജിന് ശോഷണം സംഭവിച്ചതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ എല്ലിലേക്ക് എത്തുന്നത്. ഈ കാർട്ടിലേജ് 2 എല്ലുകൾക്കിടയിൽ ഒരു 2 കാർട്ടിലേജുകൾക്കിടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അതാണ് നമ്മുടെ ജോയിന്റ്. ഈ ജോയിന്റുകൾക്കിടയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരാനും അത് കാരണം കാർട്ടിലേജ് തേയ്മാനം വരാനും അതിനുശേഷം എല്ലുകൾക്ക് തേയ്മാനം വരാനുമാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ കാർട്ടിലേജും ഇതുപോലെ തേയ്മാനം വന്നതിന് ശേഷം കൂട്ടിയിടിക്കാൻ തുടങ്ങും. ആ കൂട്ടിയിടിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും ക്രാക്കിംഗ് സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് ഒരു സൗണ്ട് വരുന്നു എന്നുള്ളത് പലരും പറയാറുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ കാല് പിടിച്ചിട്ട് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ കാല്. അതെന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ എത്രത്തോളം സിവിയർ ആണ്, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ കണ്ടീഷൻ, അതിൽ തുടക്കത്തിലാണോ അല്ലെങ്കിൽ ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ എത്തിയോ എന്നുള്ളതാണ്. ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിവിയർ കണ്ടീഷനിലാണെന്ന് പറയാൻ പറ്റും. നമുക്കിതുപോലെ തേയ്മാനം ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്കിത് തേയ്മാനം വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സപ്ലിമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ പറയുന്നത് ഗ്ലൂക്കോസമൈൻ ആണ്. ഗ്ലൂക്കോസമൈൻ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ഈ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ തരുണാസ്ഥിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തരുണാസ്ഥിക്കുള്ളിൽ കൂടുതൽ ഗ്ലൂക്കോസമൈൻ ആണുള്ളത്. അത് പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത കാരണം നമുക്ക് ഗ്ലൂക്കോസമൈൻ കുറഞ്ഞു പോകാനുള്ള ചാൻസും അത് കാരണം തരുണാസ്ഥിയിൽ ശോഷണം സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസമൈൻ സപ്ലിമെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസമൈൻ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ കാർട്ടിലേജ് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഗ്ലൂക്കോസമൈൻ. ഈ ഗ്ലൂക്കോസമൈൻ കുറയുന്ന സമയത്ത് തന്നെ ഈ കാർട്ടിലേജിന്റെ ശോഷണം സംഭവിച്ചേക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ ഗ്ലൂക്കോസമൈൻ ശരീരത്തിൽ ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതലായിട്ട് നീർക്കെട്ട് വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂക്കോസമൈൻ സഹായിക്കും. പല ആളുകളിലും എന്ത് തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടെങ്കിലും അത് യൂറിക് ആസിഡ് കൂടിയത് കൊണ്ടുള്ള ഗൗട്ട് എന്ന് പറയുന്ന പ്രശ്നമാവാം, അതല്ല എങ്കിൽ ആമവാദം പോലെയുള്ള പ്രശ്നങ്ങളാവാം, ഓട്ടോ ആന്റിബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടാവും. ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂക്കോസമൈൻ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ OA കുറയ്ക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഈ സന്ധിവാതത്തിനെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടും അത് തടയാൻ വേണ്ടിയിട്ടും ഗ്ലൂക്കോസമൈൻ സഹായിക്കുന്നതാണ്. അതേപോലെ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് എല്ലിന്റെ ബലം കുറയുന്നത് കാരണം അല്ലെങ്കിൽ കാർട്ടിലേജിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗണുകൾ കുറയുന്നത് കാരണം ഒക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ തടയാൻ വേണ്ടിയിട്ടും നമുക്ക് ഗ്ലൂക്കോസമൈൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലുകളെ മാത്രമല്ല മസിൽസിന്റെ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ ഉണ്ട്. മസിൽസിന്റെ മൊബിലിറ്റി കൂടുന്നത് പോലെ തന്നെ അതുപോലെ ജോയിന്റ്സിന്റെ മൊബിലിറ്റി കൂടുക. ചില ആളുകൾക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും, നമ്മൾ കാലിനൊക്കെ ഒരു ബലം പോലെ ഉണ്ടാവും, മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ആ ജോയിന്റിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഗ്ലൂക്കോസമൈൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ സപ്ലിമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് എന്ന് പറയുന്നതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അറിയുന്നതാണ്.
അപ്പോൾ വൈറ്റമിൻ ഡി ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലാവട്ടെ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഡെഫിഷ്യൻസി കണ്ടുവരുന്നത്. 100 ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90% അല്ലെങ്കിൽ 90 ആളുകളിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കത് 20നൊക്കെ താഴെയാണെങ്കിൽ വളരെ കുറവാണ് നമ്മൾ സപ്ലിമെന്റ്സുകൾ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ മതിയായ അളവിൽ വെയിൽ കൊള്ളുന്നില്ല. ഇനി വെയിൽ കൊണ്ടാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ളതല്ല കിട്ടുന്നത്. യുവി റേസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാരണം പലപ്പോഴും ആ വെയിൽ കൊള്ളരുതെന്ന് പറയുന്നുണ്ടാവും. ഈ ഒരു സൂര്യപ്രകാശം കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ പ്രവാസികളിലാവട്ടെ, അതേപോലെ പുറം രാജ്യങ്ങളിലുള്ള ആളുകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസിനെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. ഇതിപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും, നമ്മുടെ പലതരത്തിലുള്ള മെമ്മറീനെ ആണെങ്കിലും, നമ്മുടെ ചിന്തയെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കും കൂടെ നമുക്ക് വൈറ്റമിൻ ഡിക്ക് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജോയിന്റിനെയും നമ്മുടെ എല്ലുകളെയും. എല്ലുകളിലുള്ള മിനറലൈസേഷൻ നടക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു പങ്കെന്ന് പറയുന്നത് വൈറ്റമിൻ ഡിക്കാണ്. വൈറ്റമിൻ ഡി നമ്മൾക്ക് ഒന്ന് സൂര്യപ്രകാശത്തിലൂടെ ആണെങ്കിൽ, പിന്നെ ഒന്നുള്ളത് നമ്മൾക്ക് നല്ല ഭക്ഷണത്തിലൂടെയാണ്. കൂടുതലായിട്ട് നോൺ വെജ് കഴിക്കുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളിലായിരിക്കും പലപ്പോഴും വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കുറഞ്ഞു കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നത് ശ്രദ്ധിക്കുക. കാരണം സപ്ലിമെന്റുകൾ നമ്മൾക്ക് എടുക്കുന്നത് മെഡിസിൻ ആയിട്ടല്ല, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റ് കുറഞ്ഞതുകൊണ്ട് നമ്മളത് സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലിന് ബലം കൂടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കാർട്ടിലേജ്, നേരത്തെ പറഞ്ഞ തരുണാസ്ഥിയിൽ ഉണ്ടാകുന്ന ശോഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ മൂന്നാമത്തെയും നാലാമത്തെയും എന്ന് പറയുന്നത് കാൽഷ്യവും ഫോസ്ഫറസും ആണ്. പക്ഷേ ഈ കാൽഷ്യവും ഫോസ്ഫറസും വൈറ്റമിൻ ഡിയും എപ്പോഴും ഇന്റർ കണക്ട് ആയിട്ടുള്ളതാണ്. മൂന്നും ഒരു ബന്ധമുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നിലെയും എഫക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ നമുക്ക് കാൽഷ്യം ഫോസ്ഫറസും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ട് നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നതിൽ, പാലിലാവട്ടെ, സീഡ്സിലൊക്കെ കഴിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് കാൽഷ്യത്തിന്റെ അളവ് കിട്ടുന്നത്. അപ്പോൾ ഈ കാൽഷ്യവും ഫോസ്ഫറസും പ്രോപ്പറായിട്ട് നമ്മൾ കഴിച്ചാൽ പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടാത്തൊരു പ്രശ്നം ഉണ്ടാവും. അത് പലപ്പോഴും ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടായിരിക്കാം. വൈറ്റമിൻ ഡി നമ്മൾ ഇനി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കുറയുവാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ഡി എടുക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ കൂടെ, ഭക്ഷണം ജസ്റ്റ് കഴിച്ച് ഉടനെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫാറ്റിൽ മാത്രം അല്ലെങ്കിൽ കൊഴുപ്പിൽ മാത്രം അലിയുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ ആ കൊഴുപ്പില്ല എങ്കിൽ ആ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തില്ല. അത് നമ്മൾ ഫാറ്റി ഫുഡ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ പറയുന്നത്, നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുക എന്നുള്ളത്. കാരണം പാല് കുടിക്കുന്ന സമയത്ത് ഫാറ്റിൽ അത് സൊല്യൂബിൾ ആവാൻ വേണ്ടിയിട്ടും അത് പ്രോപ്പറായിട്ട് ആഗിരണം ചെയ്ത് ബോഡിയിലെത്താനും സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി പ്രോപ്പറായി കിട്ടിക്കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ, കാൽഷ്യം നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ, ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി വേണം. ഫോസ്ഫറസ് ആഗിരണം ചെയ്യണമെങ്കിലും വൈറ്റമിൻ ഡി എടുക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫാറ്റ്, നമ്മുടെ ഭക്ഷണത്തിൽ പ്രോപ്പർ ഫാറ്റ്, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ മാത്രമാണ് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതേപോലെ തന്നെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. കാരണം ഒരുപാട് സപ്ലിമെന്റ് എടുത്തതുകൊണ്ട് മാത്രം ഓക്കെ ആവില്ല. നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയുടെ ഫോളോ ചെയ്യണം. പലപ്പോഴും പല 30കളിലുള്ള ആളുകൾക്ക് ഈ വേദന വരാനുള്ള മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഭക്ഷണ രീതി മാറുന്നതുകൊണ്ടാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ നോർമലി കഴിക്കുന്ന രീതിയിൽ മാറ്റിയിട്ട് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽസ് എടുക്കണം. ഇതല്ലാതെ നമ്മൾ കഴിക്കുന്നത് കൂടുതലായിട്ടും ജങ്ക് ഫുഡുകൾ, ഓയിലി ഫുഡുകൾ, പുറത്തുനിന്ന് കഴിക്കുന്ന ഹോട്ടൽ ഫുഡുകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ കണ്ടുവരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്ന് നോക്കുക, കാൽഷ്യവും ഫോസ്ഫറസും ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഗ്ലൂക്കോസമൈൻ എന്താണെങ്കിലും കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഗ്ലൂക്കോസമൈൻ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ് നല്ലത്. കാരണം ഗ്ലൂക്കോസമൈൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ അഡൽട്ട് 18 വയസ്സിന് മേലെയുള്ള ആളുകൾക്കാണെങ്കിൽ 600 യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ 600 IU എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഡെയിലി ഇൻടേക്ക് എടുക്കാൻ പറ്റും. ഗർഭിണികളിലാണെങ്കിലും ആ ഒരു യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇത് എടുക്കാൻ പറ്റുമോ, നമ്മൾക്ക് ഹെൽത്തി ഓക്കെ ആണോ, അത് നിങ്ങൾക്ക് ഏതൊക്കെ സപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടി വരുമോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് കൂടെ എടുത്തതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ നമ്മളിനി സപ്ലിമെൻ്റ് എടുത്തില്ലെങ്കിലും നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. നല്ല ഫാറ്റി ഫുഡുകൾ കഴിക്കുക, കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി നോക്കുക. ചോളം പോലെയുള്ള ഭക്ഷണങ്ങൾ, കാരണം ഇത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. കാരണം നമ്മുടെ വയറിൻ്റെ ആരോഗ്യം പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആഗിരണം ചെയ്യപ്പെടും. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് അല്ലെങ്കിൽ യോഗേർട്ട് പോലെയുള്ളത് ഡെയിലി കഴിക്കാൻ വേണ്ടി നോക്കുക. ഇടയ്ക്ക് ഒരു സംഭാരമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മളെ ഗട്ട് ഹെൽത്തിന് അല്ലെങ്കിൽ വയറിൻ്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും കൂട്ടിക്കൊണ്ടുവരും. അത് കൂടിക്കൊണ്ട് വരുന്ന സമയത്ത് മാത്രം നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ മിനറൽസുകൾ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്.
നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അന്നജം, ഫാറ്റ് അതുപോലെയുള്ളതൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ നമുക്ക് ഈ ചെറിയ തരത്തിലുള്ള മിനറൽസിനെ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇതുപോലെ നീർക്കെട്ടുകളും തേയ്മാനങ്ങളും കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 30കളിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയ തരത്തിലെങ്കിലും വെയിറ്റ് ട്രെയിനിങ്ങുകൾ എടുക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ഇനി ഒരു സമയം കിട്ടുന്നില്ല വർക്കൗട്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അത് പൊക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇരുന്ന് ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, നമ്മുടെ ബോണിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്നാൽ തന്നെ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഈ വേദനകൾ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.